പിന്നില്ലേ ഞാനൊരു കാര്യം പറയുക, കുർത്തികൾ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കുർത്തികൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എന്നാ പറയുന്നത്, റയോണിൻ്റെ വേറെ ഒന്നും പറയുന്നില്ല. അരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അരിയും തന്നെയാണല്ലോ വിളിക്കുന്നത്. എല്ലാ അരിക്കും ഒരേ റേറ്റ് ആണോ? അല്ലല്ലോ. പക്ഷേ എല്ലാത്തിനും അരിയും തന്നെയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരേപോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന ഒരേ നമുക്ക് തോന്നിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നായിരിക്കണമെന്നില്ല. പല റേറ്റിലുണ്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല പണിയെടുത്ത് തയ്ച്ച, നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തീർത്തിരിക്കുന്ന, നല്ല രീതിക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഐറ്റങ്ങൾ കാണിക്കുമ്പോൾ അതിന് അതിൻ്റേതായ റേറ്റാണ്. അല്ലാതെ 300 രൂപയുടെ 350 രൂപയുടെയൊക്കെ സാധനം കണ്ടിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. അതൊന്ന് മനസ്സിലാക്കണേ. എന്നിട്ട് വേണം കുർത്തി കാണാൻ. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കുർത്തിയുടെ കളക്ഷൻസ് കാണിക്കാം. വലിയ വിശദീകരണങ്ങളൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് കുർത്തി കാണിക്കാം. ഫ്രോക്ക് മോഡലാണേ, ഹക്കോബ. നല്ല എന്നാ പറയുന്നത്, നല്ല ക്രീം കളറിൽ നല്ല ഗാദേഴ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം. ഇതിന് സൈസ് വരുന്നത് M2 XXL ആണ്. മീഡിയം, ലാർജ്, XL, XXL. ലൈനിങ് ഉണ്ട്. ബാക്ക് ഇങ്ങനെ വരും, നല്ല ഗാദേഴ്സ് വരും. ഇതൊക്കെ ഇപ്പോഴും പാർട്ടി വെയർ ആയിട്ട് ഇടുന്നവരുണ്ട്. നല്ല എന്താ പറയുക, ഒരു ഫോർമൽ ലുക്കും കിട്ടും, പാർട്ടി ലുക്കും കിട്ടും. പാർട്ടി ലുക്ക് വരുന്നെങ്കിൽ നമ്മൾ അതിനുള്ള ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫുൾക്കാരി എന്താ ചെയ്ത് ഫുൾക്കാരി നെറ്റ്കോട്ട. ഇതൊക്കെ എന്നും എവർഗ്രീൻ എന്ന് പറഞ്ഞ പോലെ എന്നാ പറയുക, എന്നും ഹിറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് വന്നിട്ടൊരു പിങ്ക് ഷെയ്ഡ്. ഇതിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഉണ്ട്, ബട്ടർ ഷിഫോണിൻ്റെ ലൈനിങ് ഉണ്ട്. ബാക്കിങ്ങിനെ പല ടൈപ്പ്, എല്ലാം കൂടെ മിക്സഡ് ആട്ടോ. ഞാൻ ഇന്ന് കാണിക്കുന്നതിനകത്ത് മെജോറിറ്റിയും ക്രീം ഒരു ഇത് വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഇത് നമ്മുടെ ഡെയിലി വെയർ കോട്ടൺ കുർത്തി. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. കട്ടിങ് വരുന്നത് നമ്മുടെ പ്രിൻസസ് കട്ട് പോലത്തെ കട്ടിങ് ആയിരുന്നു വരുന്നത്. നല്ല സിമ്പിളാണ്. നല്ല പൊക്കവും മെലിച്ചിലും ഒക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള കോട്ടൺ കുർത്തിയുടെ ആരാധകർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ ലിനൻ കൈൻഡ് മെറ്റീരിയൽ വരുന്ന ലിനൻ്റെ മെറ്റീരിയൽ. ഓഫ് ചെയ്യാം. എനിക്ക് ചൂടെടുക്കത്തില്ലേ? AC എന്നിട്ടേ ലിനൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഇതെന്നാന്ന് പറയട്ടെ, ആദ്യം ഇത് റീൽ ചെയ്യാന്ന് ഓർത്തെടുത്തേ. അപ്പം എനിക്കിപ്പോൾ റീലിൻ്റെ ഇതിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. വീഡിയോ ആയിട്ട് റീൽ ചെയ്തിട്ട് ഒരു സുഖം എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്യും, നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. എളുപ്പപ്പണി നോക്കുന്നത്, എളുപ്പപ്പണി എന്താ, ഒരു ഹാൻഡ്ലൂം കോട്ടൺ അല്ലെങ്കിൽ ലിനൻ ടച്ച് തരുന്ന ഈ സ്റ്റഫ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല സൂപ്പറാണ്, സ്റ്റാൻഡേർഡാണ്. നെക്കിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുക ക്രീമേല്. ഇതിന്റെ ഈ പ്രിന്റിന്റെ കളറും ചേഞ്ച് വരുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഇവിടെ എംബ്രോയിഡറിയും കൂടെ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തിട്ട് ഇതിന് എംബ്രോയിഡറിയും കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഭയങ്കര ഒരു എടുപ്പ് കിട്ടും ഭയങ്കരമായിട്ട്. ഇനി അതിന്റെ ചെറിയ ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ ഉണ്ട്, ലേസ് വർക്ക് ചെയ്ത്. ലേസ് വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി എന്നാ പറയുന്നത്, എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സാധനം. ഇപ്പോഴത്തെ ഒരു ലേസ് വർക്ക് ഏത് സ്റ്റഫിൽ ഏത് മെറ്റീരിയൽ ലേസ് ചെയ്താലും അതിനൊരു ഭയങ്കര ഒരു ഡിമാൻഡാണ്. താഴെ വരെ ഇങ്ങനെ വർക്ക്. സ്ലിറ്റഡ് ആണ്. ഇതിന് ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഹാൻഡ്ലൂം കോട്ടൺ ആണ്. അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം. ഫ്ലോറൽ പ്രിന്റ് വരുന്ന വേറൊരു കുർത്തി. തയ്യലും അത് വന്നിട്ടുണ്ട്, ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്, ചൈനീസ് കോളറായിട്ട്. ഇതിനും ലൈനിങ് ഇല്ല. ഇതിനൊന്നും ഇങ്ങനത്തെ ഈ ഹാൻഡ്ലൂം കോട്ടനെ വരുന്ന അല്ലെങ്കിൽ ലിനനെ വരുന്ന ഒന്നിനും ലൈനിങ് ഇല്ലേ. ഇതിന് ഇത് എന്നാ പറയാ പറഞ്ഞേ, അത് എന്തോ അടിപൊളിയല്ലേ. ഈ പീച്ച് കളറുള്ള ഒരു ബോട്ടോ അല്ലെങ്കിൽ ക്രീം തന്നെ ബോട്ടോ ഒക്കെ കയ്യിൽ ഇങ്ങനെ ലേസ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ എൻഡിലും ഡാമൻ പോർഷനിലും ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല പീച്ച് ഷോൾ ഇതിൻ്റെ കൂടെ, ഡാർക്ക് പീച്ചിൻ്റെ ഷോൾ ഇടണം. ഈ ഇത് കേട്ടോ, ഈ ഒരു പീച്ച് ഷോൾ ഇടുവാണെങ്കിൽ ഒത്തിരി എടുപ്പായിരിക്കും. ക്രീം തന്നെ ഇട്ടിട്ട്, ക്രീം തന്നെ ടോപ്പും ബോട്ടം ഇട്ടിട്ട്. ഇത് ഇസബെല്ലയുടെ ഓൺ പ്രൊഡക്ഷനാണ്, നമ്മുടെ ഓൺ കുർത്തിയാണ്. പിസ്ത ഗ്രീന്, നല്ല പിസ്ത ഗ്രീനിന് ആലിയ മോഡൽ വരുന്നു. നല്ല കുർത്തി, ലൈനിങ് ബട്ടർ ഷിഫോണിൻ്റെ ലൈനിങ് ഒക്കെ ഇട്ട് അടിപൊളിയാണ്. കയ്യിലും ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഇതും ഇസബെല്ലയുടെ ഓൺ കുർത്തിയാണ്. നിങ്ങൾക്ക് നല്ല പാർട്ടി വെയർ കുർത്തിയായിട്ട് ഉപയോഗിക്കാം. പാർട്ടി വെയർ തന്നെയാണ്, പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, നല്ല പാർട്ടി വെയർ തന്നെയാണ്. സ്റ്റഫ് ഉണ്ടോ ഇവിടെ? ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് ഗാദേഴ്സ് കൊടുത്തിട്ട്, വീനക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് ഗാദേഴ്സ് കൊടുത്തിട്ട് ഇതിനിപ്പോൾ ഒരു മൊഡാളിൻ്റെ ഷോളൊക്കെ ഇടുവാണെന്നുണ്ടല്ലോ. ക്രീം കളറല്ലേ, ഏത് കളർ ഷോൾ കളറുണ്ട് കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊഡാള് തന്നെ വേണമെന്നില്ല, പ്രിന്റഡ് ഷോൾ ഏതുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. പാർട്ടി വെയർ ആക്കി മാറ്റാനായിട്ട് നല്ലതാണ്. പിന്നെ ഇവിടെ കുറച്ച് കുത്തി ഇരുന്നുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ മറന്നു പോകും. എല്ലാം ഈ സ്റ്റഫയിലുള്ള കുർത്തീസായിരുന്നു കൂടുതലും. ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റഫുമാണ്, കളർ കോമ്പിനേഷനാണ്. എന്നു വെച്ചാൽ ഏജ് ബാർ അതിനകത്തില്ല, എല്ലാവർക്കും ഇടാം. അങ്ങനെ ഈ കുർത്തിക്കൊന്നും ഏജ് ബാർ ഒന്നും ഇല്ല, കുർത്തിക്കൊന്നല്ല ഒന്നിനും ഇല്ല. എന്നാലും ചിലരത് നോക്കുന്നവരുണ്ട്. ഇൻഡിഗോയാ പ്രിൻ്റ് പോയിരിക്കുന്നത്. ഇൻഡിഗോയുടെ ഷോൾ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് ടോപ്പും ബോട്ടവും കൂടെ വരുന്നത്, ജെറ്റ് ബ്ലാക്കും ഡാർക്ക് മെറൂണും ഹാൻഡ് വർക്ക്. പിന്നെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടം, എ ലൈനാണ് കുർത്തിയെ. ബോട്ടം ഇങ്ങനെ വരും. ഇതും ഡെയിലി യൂസിന് ഒത്തിരി നല്ലതാണ്. ഇനി ഒരു 3 പീസ് ടോപ്പ്, ബോട്ടം, ഷോള്. കണ്ടോ, ഇത് വരും ടോപ്പ്. വീനക്ക് വന്നിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത്, താഴെ ലേസ് വർക്കും ചെയ്ത്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കുർത്തി. അതിന് ബോട്ടമായിട്ട് വരുന്നത് ഇതാണ്, ഈ ഒരു ഗ്രീനിഷ് ബോട്ടം. ഷോൾ ഇത് സൈഡിൽ ലേസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോള്. ഷോളിൻ്റെ താഴോട്ടും കൂടെ കാണിക്കാം. കണ്ടോ, നല്ല വിഡ്ത്തും ലെങ്ത്തും എല്ലാം ഉള്ള നല്ല ഷോള്. ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ നല്ലതാണ്. അതിൻ്റെ തന്നെ വേറൊരു, ഇവിടെ നെക്കിൻ്റെ ഇതും പാറ്റേണും മാറി ഇവിടോട്ട് വരുമ്പം ഒരു സൈസ് ബ്ലൂ ഷെയ്ഡ് 3 പീസാണേ. ബോട്ടം ടോപ്പ് ഒരേ കളറ്, ഷോള് വന്നിട്ട് കോൺട്രാസ്റ്റ് മീൻസ് ഇവിടെ വരുന്ന വർക്കിൻ്റെ കളർ. ഇത് ബോട്ടം, നമ്മുടെ സ്ട്രെയിറ്റ് ബോട്ടം. ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും. ഷോളിൻ്റെ അടിയിൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ഷോളാണ്. ഇതുണ്ട്, ഷോളിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തുവാ അതിൻ്റെ വേറൊരു കളറ്, മുമ്പേ കാണിച്ച അതിൻ്റെ വേറൊരു കളർ. അതിൻ്റെ പാറ്റേൺ വരുമ്പോൾ താഴെയാണ് ഈ ഒരു വർക്ക് വരുന്നത്, ഈ ഒലിവ് ഗ്രീൻ്റെ ഷെയ്ഡ്. ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ അല്ല, ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഇത്, ബോട്ടം ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ബോട്ടം തന്നെ. ഷോള് വരുമ്പോൾ ഇതായത് വരും. ഇത് ഓരോരുത്തർക്ക് എത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറയുന്നത് അതിന് തന്നെ ഒരു ഭയങ്കര ഒരു ലുക്കാണ്. ഇത് 3 പീസ് സെറ്റ് അല്ല 2 പീസ് സെറ്റ്, ടോപ്പും ദുപ്പട്ടയും മാത്രമേ ഉള്ളൂ. കയ്യിലൊക്കെ ഈ ഒരു ഇത് ചെയ്ത് ഉണ്ട്. നല്ല നല്ല ഫങ്ഷൻ വെയറാ. ബോട്ടം വരുന്നില്ല ഇതിന്.
ദുപ്പട്ട വരുമ്പോൾ അത് ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ദുപ്പട്ട. തല തട്ടമായിട്ടൊക്കെ ഇടുന്നവർക്ക് നല്ല ഭംഗിയായി. ഈ ഒരു വർക്കും കൈ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതാനും. ഇതും ഒരു ഫങ്ഷൻ വെയർ ടോപ്പ്. ഒരു ചിമിച്ചു നൈ സ്റ്റഫ് മെറ്റീരിയലിൻ്റെ പേര്. ഇത് ടോപ്പ്, ബോട്ടം. ഇത് ടോപ്പ്, ഇത് ഷോള്, ഇത് ബോട്ടം. ബോട്ടത്തിൻ്റെ എൻഡിലും ഈ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഷോള് വരുമ്പോൾ ദേ ഇങ്ങനെ വരും. ഒരു സൈഡ് ഇങ്ങനൊരു വർക്ക്, ഒരു സൈഡ് ഇങ്ങനൊരു ടോപ്പ് വരുമ്പോൾ ദേ ഇങ്ങനെ. ഇതിപ്പോൾ M2XXL ആണ് സൈസ്. ഇതെല്ലാം M2XXL അവൈലബിള്. ഇസബല്ലയുടെ ആ ഓൺ കുർത്തിക്ക് മാത്രം XXLനൊക്കെ ഇച്ചിരൂടെ വണ്ണമുള്ളവർക്കും എടുക്കാം. കാരണം അത്യാവശ്യം സൈസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അവനവൻ്റെ സൈസ് എടുത്താൽ മതി കേട്ടോ. റയോണിൻ്റെ 3 പീസ്. ചൂടൊക്കെ ഉള്ളവർക്ക് അത് വേണ്ട, റയോണിൻ്റെ 3 പീസായിട്ട് ഇടാം. ടോപ്പ് സെയിം കളർ, പ്ലെയിൻ ബോട്ടം. ഇത് ഷോൾ. ഈ ടോപ്പിൻ്റെ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ടോപ്പും ഇത് ടോപ്പ് ഡാർക്ക് മെറൂൺ. ഷോള് നല്ല സിൽവറിൻ്റെ വർക്ക് ചെയ്ത ഷോള് കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. ഷോൾ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരികയും ചെയ്യും. കണ്ടോ, നല്ല സിൽവറിൻ്റെ വർക്ക് വരുന്ന ഷോൾ. ആ ഷോളിലെ വർക്കിനാണ് ഡിമാൻഡ്. നെറ്റ് കോട്ടയുടെ ഫാബ്രിക് ചെയ്ത ഒരു 3 പീസ് സെറ്റാണ്. ടോപ്പ്, ബോട്ടം, ഷോള് വരുമ്പോൾ ആ നെറ്റ് കോട്ടയുടെ തന്നെ ഷോള്. ഇതിൽ ചുരിദാർ സെറ്റ് ഒത്തിരി ഇറങ്ങുന്നുണ്ടല്ലോ. ചുരിദാർ സെറ്റ് റിവർസല്ല. അപ്പം M2XXL ആണ് ഇതും സൈസ്. കയ്യെ മാത്രം ലൈനിങ് ഇല്ല, ഇല്ല ബാക്കി എല്ലായിടത്തും ലൈനിങ് ഉണ്ട്. ഇത് വരും ഷോള്. അപ്പോൾ ഇന്നത്തെ കുർത്തിയുടെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. എന്നാ പറയുന്നത്, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ, കൊടുത്തിരിക്കുന്ന നമ്പറിൽ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.